മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. തീറ്റ വേണ്ട, കൊളുത്ത് വേണ്ട, കൊക്ക വേണ്ട, ഈർപ്പം വേണ്ട, ഒന്നും വേണ്ട. നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ മീന് തീറ്റ കൊടുത്ത് മീൻ അങ്ങനെ തിന്ന് പള്ള നിറയ്ക്കാന്നല്ല, മീനും കിട്ടൂല. നമ്മളവിടെ തീറ്റ തീരും ചെയ്യും. ഇവന്മാർക്ക് തീറ്റന്റെ ഒന്നും ഒരാവശ്യമില്ല. ഈ വല ഇങ്ങനെ വെച്ചിട്ട് വലയിലേക്ക് മീൻ അങ്ങനെ ചാടും. കുറെ ആണ സമയത്ത് എടുത്ത് ചാക്കിലാക്കും. പക്ഷെ ആകെ വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ധൈര്യമാണ്. സാഹസികമായ മീൻപിടുത്താണ് ഈ മീൻപിടുത്തം എന്ന് പറഞ്ഞത്. ഇത്രയും ഒഴുക്കിൽ താഴത്തൂടെ വെള്ളം പോണ സമയത്ത് ഒരു സേഫ്റ്റി ബെൽറ്റ് പോലും ഇല്ലാതെ ഓൻ അതിലൂടെ നടത്തം കണ്ടില്ലേ. ആത്മഹത്യ ചെയ്ത മീനിന്റെ എണ്ണം ഒരു 10-15 ആണ സമയത്ത് ആ നെറ്റെടുത്തിട്ട് കരയിലിടും, കരയിനെടുത്ത് ചാക്കിലും. അത്ര തന്നെ പണിയുള്ളൂ. അങ്ങനെ ഒരു 3-4 വട്ടം ചാക്കിലിടുന്ന സമയത്ത് ചാക്ക് ഏതാണ്ട് അരമുക്കാ ഭാഗമാവും. അങ്ങനെ അരമുക്കാ ഭാഗമായ ചാക്കിന്റെ അറ്റത്ത് ഒരു കയറ് കെട്ടിട്ട് മുകളില് പാലത്തിന്റെ അടുത്തേക്ക് കൊടുക്കും. പാലത്തിന്റെ മുകളിൽ നിന്ന് ഒരാൾ ഇത് കഷ്ടപ്പെട്ട് വലിച്ചു കയറ്റും. കഷ്ടപ്പെട്ട് വലിച്ചു കയറ്റിയ ചാക്കിനോട് തുറന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് പെടക്കണ മീനുണ്ട്. അവിടെ കൂടിക്കുന്ന ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് വാങ്ങാം. ഈ പെടക്കണ മീന് കിലോന് ആകെ 200 ഉറുപ്പിയുള്ളൂ. ദുനിയാവ് മുഴുവനെ മീൻ പിടിക്കാൻ പോയിട്ട് ഒന്നും കിട്ടാതെ വരുന്ന ഊർക്കോടെ എത്തുമ്പോൾ നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ഇത് വലിയൊരു സഹായം തന്നെ കേട്ടോ. മാസങ്ങളോളം പഴക്കമുള്ള മാർക്കറ്റിലെ മീൻ മാത്രം തിന്ന് ശീലമുള്ള ആൾക്കാർക്ക് ഇതൊരു പ്രത്യേക അനുഭൂതി തന്നെ ആയിരിക്കും കേട്ടോ.